If someone doesn't get placed, what's your answer to them? അത് മര്യാദയ്ക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യണം, കൃത്യനിഷ്ഠമായിട്ട് ഏജൻസിയിൽ വരണം, പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കണം. ഇത് 4 മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പണി കിട്ടും. മനസ്സിലായില്ലേ? ഇത് ചെയ്യാത്തവന്മാർക്കാണ് പണി കിട്ടാത്തത്. അങ്ങനത്തെ ഉള്ളവർക്ക് പണി കിട്ടണ്ടെന്നേ പറയുള്ളൂ. കാരണം എല്ലാം നമുക്ക് വീട്ടിൽ മറ്റേ അമ്മമാരൊക്കെ വാഴയിലയിൽ നമുക്ക് ചോറൊക്കെ വിളമ്പി നമുക്ക് ഉരുട്ടി തരുന്ന പോലെ എല്ലാം അങ്ങനെ നടക്കത്തില്ല. കോളേജ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ എല്ലാം അപ്പനെ അതുവരെ വീട്ടുകാർ, നാട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ വഴിവെട്ടി പോകണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണം. UG ഓക്കെ, PG പഠിക്കുമ്പോഴെങ്കിലും ആ ഒരു വകതിരിവ് വേണം. ഇനി PG കഴിഞ്ഞിട്ട് ഒരു സ്കിൽഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി വരുമ്പം അവിടെയും ഈ ഒരു വകതിരിവ് വേണം. ഇത് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോഴും ഒരു വകതിരിവ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ കൂടെ പഠിക്കും. എങ്ങനെ അനുഭവത്തിൽ കൂടെ പഠിക്കുന്നത്? നമ്മൾ പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ UK പോകും, അല്ലെന്നുണ്ടെങ്കിൽ ദുബായിൽ പോകും. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു വെയർ ഹൗസിലോ എവിടെയെങ്കിലും പോയിട്ട് പട്ടിപ്പണി എടുക്കും. നടുവിൻ്റെയൊക്കെ അങ്ങോട്ട് അടപ്പളകുമ്പോഴത്തേക്കും ഈ സ്കില്ലിനെ പറ്റി മനസ്സിലാക്കും. അപ്പോഴത്തേക്കും ഒരു 28-30 വയസ്സാവും, കല്യാണമാവും, പിന്നെ അങ്ങോട്ട് വിട്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോൾ. അപ്പം അതൊക്കെ അവരവരുടെ ചോയ്സാണ്. എഫേർട്ട് എടുത്താൽ സെറ്റ്.